ശ്വാസം എടുക്കുന്നതിൻ്റെയും ശ്വാസം തിരിച്ചു കൊടുക്കുന്നതിൻ്റെയും ഇടയിലുള്ള ഒരു ചെറിയ ഗ്യാപ്പാണ് നമ്മുടെ ജീവിതം. പല കമ്പാർട്ട്മെന്റുകളിൽ മനുഷ്യരിടുന്നുണ്ട്. നമ്മൾ ഹിന്ദുവാണ്, മുസ്ലിമാണ്, ക്രിസ്ത്യാനിയാണ്, അല്ലെങ്കിൽ കോൺഗ്രസ് ആണ്, കമ്മ്യൂണിസ്റ്റ് ആണ്. ഇതൊക്കെ ആയിരിക്കുമ്പോഴും നമ്മൾ എന്തുകൊണ്ട് മനുഷ്യനായിക്കൂടാ എന്നുള്ളത് വെറുതെ പറയുന്നതല്ല. ഒരു ക്ലാസ് മുറിയിൽ കുറെ കുട്ടികൾ ഇരിക്കുന്നു. വ്യത്യസ്ത രീതികളിൽ ജീവിച്ച, വ്യത്യസ്ത മതം, വ്യത്യസ്ത ജാതി, പാർട്ടിയൊക്കെ ഉള്ള കുട്ടികൾ ഇരിക്കുന്നു. പക്ഷെ ആ ക്ലാസ് മുറിയിൽ ഇവര് ഒരുമിച്ച് വായു ശ്വസിക്കുന്നുണ്ട്. അപ്പൊ ഈ ജീവൻ എന്ന് പറയുന്ന ആ സാധനത്തെ നിലനിർത്താൻ പോലും നമ്മൾ പങ്കുവെക്കുകയാണ്. നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട്. വായു ഷെയർ ചെയ്തിട്ടാണ് നമ്മുടെ ജീവൻ പോലും, ഈ പറഞ്ഞ ആത്മാവ്, പ്രാണനെ പോലും നമ്മൾ നിലനിർത്തുന്നത്. ജീവൻ നിലനിർത്താൻ വായു പങ്കുവെക്കുന്നു. എന്തുകൊണ്ട് ഞങ്ങൾ പരസ്പരം വായു പങ്കുവെച്ച് ജീവിക്കുന്ന മനുഷ്യരാണെന്ന് തിരിച്ചറിയുന്നതോടുകൂടി ഏത് പ്ലാറ്റ്ഫോമിലാവട്ടെ ഞങ്ങൾ മനുഷ്യരാണ് എന്ന് ചിന്തിക്കുന്ന ഒരു അന്തരീക്ഷം എന്നാണോ ഒരുങ്ങുന്നത്, അന്ന് ഏത് പ്ലാറ്റ്ഫോമുകളിൽ ആയിരുന്നാൽ പോലും അവിടെ നമ്മൾ കൂടുതൽ കലഹിക്കേണ്ടി വരില്ല എന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ ഏറ്റവും അത്യാവശ്യമായ വസ്തു പോലും നമ്മൾ പങ്കിടുന്നുണ്ട്. അതിന് പരാതിയില്ല, പരിഭവമില്ല, പ്രയാസങ്ങളില്ല. അപ്പോൾ ഏറ്റവും എസെൻഷ്യലായ ഒരു വസ്തു പങ്കിടാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ആഹാരം നമുക്ക് പങ്കിടാൻ സാധിക്കണം, വീട് പങ്കിടാൻ സാധിക്കണം, വസ്ത്രം പങ്കിടാൻ സാധിക്കണം.